ഹാളിൽ നിന്ന് എല്ലാവരും പോയിട്ടും നവീനും കാർത്തിയും മാത്രം ഇപ്പോഴും എന്തോ പ്രതീക്ഷയോടെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അതും കാർത്തിയുടെ നിർബന്ധം കൊണ്ട് മാത്രം. അതിനെ ഊട്ടി ഉറപ്പിക്കും പോലെ ശിവയുടെ റൂമിന്റെ വാതിൽ തുറന്ന് പാതി തുറന്ന ഷർട്ടിന്റെ ബട്ടൺസും ഇട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്ന ത്രിലോകിനെ കണ്ട് നവീനിൽ ഞെട്ടലായിരുന്നുവെങ്കിൽ കാർത്തിയുടെ രക്തം തിളച്ചു മറിഞ്ഞു. അത് കണ്ട് നവീൻ കാർത്തിയെ പിടിച്ചു വെക്കും മുന്നേ കാർത്തി ത്രിലോകിന്റെ അടുത്തേക്ക് പാഞ്ഞിരുന്നു. രണ്ട് കൽപ്പിച്ച് തന്നെയാ അല്ലേ നീ? അതിനെ കൊന്നേ അടങ്ങൂ അല്ലേ? ഇങ്ങനെ ഇഞ്ചിഞ്ചായി കൊല്ലാതെ ഒറ്റയടിക്കങ്ങ് തീർത്തുകൂടെ നിനക്കവളെ? അല്പമെങ്കിലും മനുഷ്യത്വം നിന്റെ ഉള്ളിൽ ബാക്കിയുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു ത്രിലോക് നീ. അത്രമാത്രം പറഞ്ഞുകൊണ്ട് കാർത്തി എങ്ങോട്ടെന്നില്ലാതെ ഇറങ്ങിപ്പോകുമ്പോൾ ത്രിലോകിൽ യാതൊരു ഭാവമാറ്റവും ഉണ്ടായിരുന്നില്ല. ഉള്ളിലെ കോപത്തിന്റെ കാഠിന്യം കാരണം എങ്ങോട്ടെന്ന് അറിയാതെ നടന്നകലുന്ന കാർത്തിയെ പിറകിൽ നിന്ന് വന്ന നവീൻ പിടിച്ചു നിർത്തുമ്പോൾ കാർത്തി കലിയോടെ അവന്റെ കൈ തട്ടിയെറിഞ്ഞു. കാർത്തി നിന്നേ, ഞാനൊന്ന് പറയട്ടെ. നവീൻ അവനെ അനുനയിപ്പിക്കാൻ നോക്കുന്നുണ്ട് എങ്കിലും ഉള്ളിലെ ആ കനൽ അണയ്ക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല കാർത്തിയെ കൊണ്ട്. ഒടുവിൽ വേറെ വഴിയില്ലാതെ നവീൻ വേഗം അവന്റെ കയ്യിൽ പിടിച്ച് ഒരു സൈഡിലേക്ക് വലിച്ചു ചേർത്തു. ആളൊഴിഞ്ഞ പറമ്പിലെ ആ വലിയ മരത്തിൽ നടുവ് ഇടിച്ചു നിൽക്കുമ്പോൾ അതിന്റെ വേദനയൊന്നും കാർത്തി അറിയുന്നുണ്ടായിരുന്നില്ല. കാർത്തി പ്ലീസ് കൂൾ ഡൗൺ ഡാ, എനിക്ക് വേണ്ടിയെങ്കിലും പ്ലീസ്. അത് പറയുന്നതിൻ്റെ ഒപ്പം നവീൻ അവനിലേക്ക് അമർന്നുകൊണ്ട് ആ കഴുത്തിൽ മുഖം അമർത്തി വെച്ചു. ഒരു നിമിഷം കാർത്തി തൻ്റെ കണ്ണുകൾ ശക്തമായി ഒന്ന് അടച്ചു തുറന്നു. നവീൻ്റെ അതിശക്തമായി ഇടിക്കുന്ന ഹൃദയമിടിപ്പിൽ നിന്ന് തന്നെ അവൻ എന്തുമാത്രം ടെൻഷൻ നേരിടുന്നുണ്ടോ എന്ന് അവന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കാർത്തി അവൻ്റെ തലമുടിയിൽ വിരൽ കടത്തി മുറുക്കിക്കൊണ്ട് ആ മുഖം തനിക്ക് നേരെ ഉയർത്തി അവൻ്റെ ചുണ്ടുകൊണ്ട് ചുണ്ടു ചേർത്തു. ആരും ഞെട്ടണ്ട, അവർ ഹോമോസെക്ഷുവാലിറ്റിയാണ്. നവീൻ ആദ്യമൊന്ന് ഞെട്ടിയെങ്കിലും ശേഷം അവനായി വഴങ്ങിക്കൊണ്ട് ആ നെഞ്ചോട് ചേർന്ന് നിന്നു. അത്യധികം തീവ്രത നിറഞ്ഞ ആ ചുംബനത്തിനൊപ്പം അവർ തങ്ങളിലെ സംഘർഷം കൂടെ അലിയിച്ചു കൊണ്ടിരുന്നു. ഏറെ നേരം നീണ്ടു നിന്ന ചുംബനത്തിന് ഒടുവിൽ തമ്മിൽ അകന്നു മാറുമ്പോൾ ഇരു ചുണ്ടിലും ഉമിനീരിനൊപ്പം രക്തകറ കൂടെ കലർന്നിരുന്നു. കാർത്തി. നവീൻ അവനിൽ നിന്ന് അകന്നു മാറിക്കൊണ്ട് അവൻ്റെ അടുത്തായി ചേർന്ന് നിന്നു. വേണ്ട, അവനെ സപ്പോർട്ട് ചെയ്യാനാണ്, എനിക്കത് കേൾക്കണമെന്നില്ല. വാക്കുകളിൽ അങ്ങേയറ്റം ദേഷ്യം നിറച്ച് അവനത് പറയുമ്പോൾ നവീൻ ഒന്നും മിണ്ടാതെ അവനെ തന്നെ നോക്കി നിന്നു. ഇടയ്ക്ക് നീ മറന്നുപോകുന്ന ഒന്നുണ്ട് കാർത്തി. അവനില്ലായിരുന്നുവെങ്കിൽ നമ്മൾ ഇന്ന് ഇങ്ങനെ കാണില്ലായിരുന്നു. അവൻ്റെ ദാനമല്ലേടാ നമ്മുടെ ഈ ജീവിതം എന്ന് കരുതി ആ പാവം പെണ്ണിനോട് കാണിക്കുന്ന നീതികേടും കണ്ട് കൈയും കെട്ടിയിരിക്കണോ ഞാൻ? നവീൻ, എന്താ അവൻ്റെ മനസ്സിലെന്ന് എനിക്കറിയില്ല. പക്ഷേ അതൊരു മനുഷ്യജീവിയാണ്. അല്പം കരുണ കാണിക്കേണ്ടേ അതിനോട്? ഇവിടെ വന്നതിൽ പിന്നെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇങ്ങനെയാണെങ്കിൽ അറിയാതെ അവൻ അവളോട് എന്തൊക്കെ പെരുമാറിയിട്ടുണ്ടാവും? അതും പറഞ്ഞ് കാർത്തി ആ മരത്തിൽ കൈ ചുരുട്ടി ഇടിക്കുമ്പോൾ നവീൻ എന്തു പറയണം എന്നറിയാതെ നിന്നു. ഇതിലൊന്ന് അറിഞ്ഞേ മതിയാകൂ, ഇല്ലാതെ പിന്നോട്ടില്ല ഞാൻ. നീ വാ. കാർത്തി മുന്നോട്ട് നടക്കാൻ ഒരുങ്ങിയതും നവീൻ അവൻ്റെ കയ്യിൽ പിടിച്ചു നിർത്തി. വേണ്ട കാർത്തി, ഇപ്പോൾ അവനോട് ഒന്നും ചോദിക്കേണ്ട. ചോദിച്ചാലും അവൻ പറയില്ല. രാത്രിയാവട്ടെ, അതുവരെ നീ മൗനം പാലിക്കേ. അത് കേട്ട കാർത്തി ഒന്ന് മൂളുക മാത്രം ചെയ്തു. കുളി കഴിഞ്ഞ് പുറത്തേക്കിറങ്ങാൻ എന്തുകൊണ്ടോ ഭയം തോന്നിയെങ്കിലും വേറെ വഴിയില്ലാതെ ശിവ മെല്ലെ പുറത്തേക്കിറങ്ങി. ഹാളിലിരിക്കുന്ന സേതുവിനെയും അശോകിനെയും കണ്ട് അവൾ മുഖം താഴ്ത്തിക്കൊണ്ട് വേഗം അടുക്കളയിലേക്ക് നടന്നു. ശേഷം അവൾ തൻ്റെ പണികളിലേക്ക് കടന്നു. കുട്ടിയെ. പിറകിൽ നിന്നുള്ള സാവിത്രി അമ്മയുടെ വിളിയിൽ അവൾ വേഗം തിരിഞ്ഞു നോക്കി. എന്താ മുത്തശ്ശിയെ? അവൾ അവർക്കരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. വയ്യാത്തതല്ലേ നിനക്ക്? പിന്നെന്തിനാ രാവിലെ എണീറ്റ് കുളിച്ചത്? പോരാത്തതിന് ഇവിടുത്തെ യുദ്ധം കൂടെ ഇനി? അതൊന്നും സാരമില്ല മുത്തശ്ശി, എൻ്റെ പനിയൊക്കെ മാറി. അവളൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. ഞാനൊന്നും പറയണില്ല. പറഞ്ഞാലും നീ കേൾക്കില്ലല്ലോ. എന്താന്ന് വെച്ചാൽ ആയിക്കോളൂ. അതും പറഞ്ഞ് അവർ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങുമ്പോഴാണ് പെട്ടെന്ന് അവളുടെ ഇടം കഴുത്തിലായി ആ കണ്ണുകൾ ചെന്നുടക്കുന്നത്. ഇതെന്താ നിന്റെ കഴുത്തിലൊരു പാട്? എന്തേലും കടിച്ചതാണോ കുട്ടിയെ? ശിവയുടെ ഇടം കഴുത്തിലായി വട്ടത്തിൽ തെളിഞ്ഞു കിടക്കുന്ന പാടിൽ തലോടിക്കൊണ്ട് അവർ ചോദിക്കുമ്പോൾ നിന്ന നിൽപ്പിൽ വിറച്ചുപോയി അവൾ. ശരീരമാകെ മരവിച്ചതുപോലെ തണുത്തുറഞ്ഞുപോയി. ചോദിച്ചത് കേട്ടില്ലേ നീ? ഇതെന്താന്ന്? അല്പം രൂക്ഷമായുള്ള ആ ചോദ്യത്തിന് മുന്നിൽ തലതാഴ്ത്തി നിൽക്കാനേ അവൾക്ക് കഴിഞ്ഞോളൂ. കൊച്ചുമകളായി അല്ല, എൻ്റെ മകളായി തന്നെയാ നിന്നെ ഞാൻ കാണണേ. ആ എന്നെ മറന്ന് പ്രവർത്തിക്കരുത് നീയും. ഈ പ്രായമൊക്കെ കഴിഞ്ഞാ ഞാനും വന്നത്. ശിവ, ത്രിലോക് ഇപ്പോൾ പവിയുടെയാണ്, അത് മറക്കരുത് നീയും. ഒടുവിൽ നോവുന്നത് നീ മാത്രമാകൂന്ന് ഒന്ന് ഓർത്തോളൂ. ശാസന നിറഞ്ഞ ആ വാക്കുകൾ തൻ്റെ നെഞ്ചിലേക്ക് തുളഞ്ഞു കയറുന്നതായി തോന്നി അവൾക്ക്. കണ്ണുകൾ നിറഞ്ഞൊഴുകി. ആണുങ്ങൾക്ക് ഇതൊക്കെ ഒരു നേരം പോക്കാവും. പക്ഷേ സ്വയം സംരക്ഷിക്കേണ്ടത് നമ്മളാണ്. കുട്ടിയോട് ഞാൻ അവസാനമായി പറയുവാണ്,
നന്ദൂട്ടൻ നിനക്ക് ഇന്നു മുതൽ നിന്റെ ചേച്ചിയുടെ വേളിയാകാൻ പോകുന്ന ആളാണ്. അതിലപ്പുറം ഒന്നും ഉണ്ടാവരുത്. അവന്റെ മുന്നിൽ പോലും നിന്നെ ഇനി കാണരുത്. ഇന്നുവരെ കാണാത്ത ഒരു തരം രീതിയിൽ പറഞ്ഞുകൊണ്ടവർ അവിടെ നിന്നും പോകുമ്പോൾ ശിവ ആ ചുവരിലേക്ക് ചാഞ്ഞു നിന്നു. ത്രിലോക് കുളി കഴിഞ്ഞു വന്ന് മിററിന് മുന്നിൽ നിൽക്കുമ്പോഴാണ് പവി അവിടേക്ക് വരുന്നത്. അവനെ കണ്ട് അവൾ ഒരു പുഞ്ചിരിയോടെ അവന്റെ അടുത്തേക്ക് പോയി. നല്ല ആളാ. ഇന്നലെ എന്നെ ഉറക്കെ കിടത്തിയിട്ട് ഇവിടെ നിന്ന് മുങ്ങിയല്ലേ? നേരം പുലർന്നു നോക്കുമ്പോൾ ആളെ കാണാനില്ല. പവി അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് ചോദിക്കുമ്പോൾ ത്രിലോക് ഭാവവ്യത്യാസം ഒന്നുമില്ലാതെ അവളെ ഒന്ന് നോക്കി. കുറച്ച് പെൻഡിങ് വർക്ക് ഉണ്ടായിരുന്നു ചെയ്തു തീർക്കാൻ. ലൈറ്റ് ഓൺ ചെയ്താൽ നിനക്കൊരു ഡിസ്റ്റർബ് ആകണ്ട എന്ന് കരുതിയാണ് അവന്മാരുടെ അടുത്തേക്ക് പോയത്. വർക്ക് കഴിഞ്ഞപ്പോൾ നല്ല ലേറ്റായി. പിന്നെ അവിടെ തന്നെ കിടന്നുറങ്ങി. ത്രിലോക് അവളെ നോക്കാതെ മിററിൽ നോക്കി മുടി സെറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് മോർണിംഗ് ഞാൻ നവീനോട് ചോദിച്ചപ്പോൾ അവൻ ത്രിലോകിനോട് നിന്നെ കണ്ടില്ല എന്നാണല്ലോ പറഞ്ഞത്. പെട്ടെന്ന് ത്രിലോക് ഒന്ന് സ്റ്റക്കായി. അതിന് അവന്മാർ എന്നെ കണ്ടില്ല. ഞാൻ അവിടെ പോയപ്പോൾ അവർ ഉറക്കമായിരുന്നു. സോ ഞാൻ ബാൽക്കണിയിലാണ് പോയത്. കൂടുതലൊന്നും പറയാൻ താല്പര്യമില്ലാത്തതുപോലെ ത്രിലോക് ആ സംസാരം അവിടെ നിർത്തിക്കൊണ്ട് ചാർജിനിരുന്ന തന്റെ ഫോൺ എടുത്ത് സ്ക്രോൾ ചെയ്ത് നോക്കാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്നാണ് പവി അവനെ പിന്നിൽ നിന്ന് പുണർന്നത്. അത്രയും നേരം ഫോണിൽ ചലിച്ചുകൊണ്ടിരുന്ന ത്രിലോകിന്റെ കൈകൾ ഒരു നിമിഷം ഒന്ന് നിശ്ചലമായി. ത്രിലോക്, ഞാൻ മാത്രമല്ല നമ്മുടെ കുഞ്ഞും ഇപ്പോൾ ആഗ്രഹിക്കുന്നത് നിന്റെ പ്രസൻസ് ആണ്. അതെന്താ നിനക്ക് മനസ്സിലാകാത്തത്? അതോ എന്നെ മടുത്തോ നിനക്ക്? ഇടർച്ചയോടെ അവൾ അത് ചോദിച്ചു തീരും മുന്നേ ത്രിലോക് അവളെ വലിച്ചു തനിക്ക് മുന്നിലേക്ക് നിർത്തി. പലതവണ നിന്നോട് ഞാൻ പറഞ്ഞതാ ഇമാതിരി വർത്തമാനം എന്നോട് പറയരുത് എന്ന്. ഞാനിപ്പോൾ നിന്നോട് അകൽച്ച കാണിക്കുന്നുണ്ട് എങ്കിൽ അതിന് കാരണവും നിനക്കറിയാം. നമ്മുടെ കുഞ്ഞ്. ആ ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ അടങ്ങി നിൽക്കുന്നത്. ഇല്ലായിരുന്നുവെങ്കിൽ നിനക്കറിയില്ലേ എന്നെ? അത്രയും പറഞ്ഞ് ത്രിലോക് അവളുടെ കീഴ്ചുണ്ടിനെ വിരൽ കൊണ്ട് ഒന്ന് അമർത്തുമ്പോൾ പവിയുടെ മുഖത്തേക്ക് രക്തം ഇരച്ചു കയറി. അവൾ നാണത്തോടെ അവന്റെ നെഞ്ചോരം ചാഞ്ഞു. ത്രിലോക് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നേരെ നോക്കിയത് ഡോർ സൈഡിൽ നിൽക്കുന്ന ശിവയെയാണ്. ത്രിലോക് നോക്കുന്നത് കണ്ട് പവിയും ഇതിനോടകം അവളെ കണ്ടിരുന്നു. മോൾ എന്താ ഇവിടെ? പവി ത്രിലോകിൽ നിന്ന് അടർന്നു മാറാതെ തന്നെ ശിവയോടായി ചോദിച്ചു. എന്നാൽ ശിവയുടെ കണ്ണുകൾ വന്നു നിന്നത് അർത്ഥനഗ്നമായി നിൽക്കുന്ന ത്രിലോകിലും അവന്റെ നെഞ്ചോരം ചാഞ്ഞു നിൽക്കുന്ന പവിയിലുമാണ്. എന്തോ ആ കാഴ്ച തന്റെ ഉള്ളിലേക്ക് തുളഞ്ഞു കയറുന്നതായി തോന്നി അവൾക്ക്. കണ്ണുകൾ നിറയും പോലെ. ഞാൻ ഇതിവിടെ തരാൻ അപ്പച്ചി പറഞ്ഞു. കയ്യിലിരിക്കുന്ന ടീ കപ്പ് അവർക്ക് നേരെ നീട്ടിക്കൊണ്ട് മുഖം താഴ്ത്തി അവൾ പറഞ്ഞു. പവി, താൻ പോയി റെഡിയാക്. ഇന്ന് സ്കാനിങ് ഡേറ്റ് അല്ലേ? ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോകാം എന്തായാലും. ഞാനും റെഡിയാകട്ടെ. ഓക്കെ ത്രിലോക്, ഞാൻ റെഡിയായി വരാം. പവി അവനിൽ നിന്ന് അകന്നു മാറി ശിവയുടെ തലയിൽ ഒന്ന് തലോടിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ശിവ അപ്പോഴും മുഖം താഴ്ത്തി തന്നെ നിന്നു. ത്രിലോക് അവളെ തന്നെ നോക്കിക്കൊണ്ട് അവൾക്കരികിലേക്ക് നടന്നു. അവന്റെ സാമീപ്യം തനിക്കരികിലായി എത്തുമ്പോൾ ശിവയുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നത് മുത്തശ്ശിയുടെ വാക്കുകളാണ്. പെട്ടെന്ന് അവൾ ഒരടി പിന്നിലേക്ക് നീങ്ങിക്കൊണ്ട് ആ കപ്പ് അവന്റെ മുന്നിലേക്ക് നീട്ടിപ്പിടിച്ചു. ത്രിലോക് അത് പാടെ അവഗണിച്ചുകൊണ്ട് അവളെ മറികടന്ന് മുന്നോട്ട് നടന്നു. ശിവ സംശയത്തോടെ മുഖമുയർത്തി നോക്കി. ശേഷം മെല്ലെ തിരിഞ്ഞു. ഡോർ അരികിലെത്തിയ ത്രിലോക് അത് അടച്ച് ലോക്ക് ചെയ്യുമ്പോൾ ശിവ ഒന്ന് ഞെട്ടി. ഇതിനെ അടയ്ക്കണേ, നിനക്ക് പോണം. ശിവ വേഗം കയ്യിലിരുന്ന കപ്പ് ടേബിളിൽ വെച്ചുകൊണ്ട് ഡോറിന്റെ അടുത്തേക്ക് ഓടി. എന്നാൽ അതിനു മുന്നേ ത്രിലോക് വാതിലിൽ കയറി തടസ്സം നിന്നു. അത് കാണെ ശിവ ഒന്ന് പതറി. അടങ്ങി നിൽക്ക് ശിവ, മുന്നേ പറഞ്ഞതൊക്കെ മറന്നോ നീ? കണ്ണുകൾ കുറുക്കി ആ കാതിലേക്ക് മുഖം അടുപ്പിച്ച് അവൻ പറയുമ്പോൾ ശിവ ഒന്നടങ്ങി. എന്തിനാ എന്നോട് ഇങ്ങനെ? നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ അനുസരിക്കണില്ലേ? എന്നിട്ടും എന്തിനാ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കണേ? അവൾ കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോൾ ത്രിലോക് അതിന് മൗനം പാലിച്ചു. എന്റെ ചേച്ചിയുടെ വേളിയാകാൻ പോകുന്ന ആളാണ് നിങ്ങൾ. ആ ആള് എന്നോട് ഇങ്ങനെ പെരുമാറാനൊന്നും പാടില്ല. എന്റെ ചേച്ചിക്ക് വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ സഹിക്കണേ. ദയവ് ചെയ്ത് ഈ രീതിയിൽ എന്നോട് പെരുമാറരുത്. എന്റെ അപേക്ഷയാണ്. അവൾ കരഞ്ഞുകൊണ്ട് വിതുമ്പുന്ന ചുണ്ടാലെ അത് പറയുമ്പോൾ ത്രിലോക് കൂടുതൽ അവളിലേക്ക് നോട്ടമെറിഞ്ഞു നിന്നു. എന്താന്നറിയില്ല ശിവ, നിന്നെ വിവാഹം കഴിച്ചാൽ പിന്നെ വല്ലാത്തൊരു മാറ്റം എനിക്ക്. നിന്നെ വേണം എന്നൊരു തോന്നൽ. ഒന്നുമില്ലെങ്കിലും നീ ഇപ്പോ എന്റേത് തന്നെ അല്ലേടി, എന്റെ ഭാര്യ. അവന്റെ ആ വാക്കുകളിൽ അവൾ ഒന്ന് ഞെട്ടി. അതുകൊണ്ടാകും. അവളിലേക്ക് മുഖം അടുപ്പിച്ചുകൊണ്ട് അവൻ പറയുമ്പോൾ ശിവ കിടുങ്ങിപ്പോയി. അതോടൊപ്പം അവൾ അവനെ ശക്തമായി പിറകിലേക്ക് തള്ളി മാറ്റി. പ്രതീക്ഷിക്കാത്ത ആയതുകൊണ്ട് തന്നെ ത്രിലോക് പുറകിലേക്ക് നീങ്ങിപ്പോയി. ഇല്ല, ഞാൻ സഹിക്കുന്നുവെന്ന് കരുതി എന്തോ ആവാന്ന് കരുതരുത്. ഇതിനൊന്നും എന്നെ കിട്ടില്ല. നിങ്ങളുടെ ഭീഷണിക്ക് വഴങ്ങി മറ്റുള്ളവരോട് പറയില്ല എന്നേ ഉള്ളൂ. പക്ഷേ സ്വയം ഈ ജീവിതമങ്ങ് അവസാനിപ്പിക്കാൻ എനിക്കൊരു മടിയുമില്ല. അങ്ങേയറ്റം വാശിയോട് ആദ്യമായി അവൾ ഒരാൾക്ക് മുന്നിൽ ശബ്ദമുയർത്തുമ്പോൾ
താൻ എന്താ ഈ പറയുന്നത് എന്ന ബോധം പോലും ശിവയ്ക്ക് ഉണ്ടായിരുന്നില്ല. അതോടൊപ്പം മുന്നിൽ നിൽക്കുന്നത് ആരാണെന്നുള്ള ഓർമ്മയും. എന്നാൽ നിമിഷ നേരം കൊണ്ടായിരുന്നു ത്രിലോകിന്റെ പ്രവൃത്തി. അവളോട് കലി കയറി അടുത്ത് കണ്ട ചെയറിനെ ചവിട്ടി തെറിപ്പിക്കുമ്പോൾ അവളൊന്ന് ഞെട്ടി. ആർക്ക് നേരെയാടി നീ കുരയ്ക്കുന്നത്? ത്രിലോക് പറയുന്നത് നീ അനുസരിക്കും, ഇല്ലെങ്കിൽ നിന്നെ കൊണ്ട് എങ്ങനെ അനുസരിപ്പിക്കണമെന്ന് എനിക്കറിയാം. അവളുടെ ഉള്ളിൽ നിന്ന രേങ്ങൽ പുറത്തേക്ക് വീഴുമ്പോൾ ത്രിലോകിന്റെ കണ്ണുകൾ അവളിൽ ആകെ മൊത്തം ഒന്ന് നീങ്ങി. ശേഷം അവളിലേക്ക് മുഖമടുപ്പിച്ചു. പൂർണ്ണ മനസ്സോടെ അല്ലെങ്കിൽ പോലും ഞാൻ ആദ്യമായി താലി എണിച്ചത് നിന്റെ കഴുത്തിലായ സ്ഥിതിക്ക് നിന്നെ എനിക്ക് അങ്ങനെ വിട്ടുകളയാൻ കഴിയോ ശിവ? പിന്നെ ഭാര്യ അല്ലാതെയാകില്ലല്ലോ. ചുണ്ടിലെ മാറ്റേറിയ ചിരിയുടെ അകമ്പടിയോടെ അവൻ അവളോടായി പറയുമ്പോൾ ഞെട്ടലായിരുന്നു അവളിൽ. പിന്നെ നീ സ്വയം ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്നത്? അതിൽ എനിക്ക് യാതൊരു ഭയവും ഇല്ല ശിവ. കാരണം നീ അങ്ങനെ ചെയ്യില്ല. നിന്നെ മറ്റാരെക്കാളും എനിക്കറിയാം. പഴയതൊക്കെ നീ മറന്നാലും ഞാനൊന്നും മറന്നിട്ടില്ല, മറക്കാനും പോകുന്നില്ല ശിവ, ഒന്നും. അത്രയും പറഞ്ഞുകൊണ്ടവൻ വീണ്ടും അവൾക്ക് നേരെ മുഖം ചേർക്കുമ്പോൾ ശിവയുടെ കണ്ണുകൾ ഞെട്ടലോടെ വികസിച്ചു. അവളുടെ കൈയും ശരീരവും കൂടുതൽ ചുവരിലേക്ക് അമർന്നു. പലതും മറന്നീക്കി പുറത്തു വരണം ശിവ. അത്രയും പറഞ്ഞ് അവനൊന്ന് ചിരിക്കുമ്പോൾ ആ ചിരിക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ക്രൂരത അവളെ നടുക്കിക്കളഞ്ഞു. അവളിലേക്ക് ചേർന്ന് നിന്ന് ത്രിലോക് തെല്ലൊന്നു മാറിപ്പോയി ഡോർ തുറക്കുമ്പോൾ ജീവൻ തിരികെ കിട്ടിയ പ്രതീതമായി ശിവ പുറത്തേക്ക് ഇറങ്ങി ഓടി. പൊന്നുപോലെ നോക്കിക്കൊള്ളാം ഞാനും എൻ്റെ കണ്ണനും. ഞങ്ങളുടെ കുട്ടിയെ ഞങ്ങൾക്ക് തന്നെ തന്നാൽ മതി, ഒരു കുറവും അവളവിടെ അറിയില്ല. ശിവ വേഗത്തിൽ പടികൾ ഇറങ്ങി താഴേക്ക് വരുമ്പോൾ കേൾക്കുന്നത് ഒരു സ്ത്രീ ശബ്ദമായിരുന്നു. ഒരു വേള അത് ആരുടേതാണെന്ന് മനസ്സിലായതും അവൾ വേഗത്തിൽ പുറത്തേക്ക് ഓടി. അമ്മായി. പുറത്തേക്ക് വന്ന ശിവ മുന്നിലിരിക്കുന്ന ആളെ കണ്ട് വേഗം അവർക്കടുത്തേക്ക് വന്നു. എൻ്റെ കുട്ടി എവിടെയായിരുന്നു ഇതുവരെ? പുറത്തേക്ക് കണ്ടില്ലല്ലോ. സുഹാസിനി അവളെ കണ്ട് പുഞ്ചിരിയോടെ ചോദിക്കുമ്പോൾ ശിവ പെട്ടെന്ന് നോക്കിയത് സാവിത്രിയമ്മയായിരുന്നു. തന്നെ തന്നെ നോക്കിയിരിക്കുന്ന അവരെ കണ്ട് അവൾ ഭയത്തോടെ മുഖം മാറ്റി കളഞ്ഞു. ഞാൻ അടുക്കളയിൽ. ശബ്ദത്തിന്റെ ഇടർച്ച പുറത്തേക്ക് കടക്കാതെ ഇരിക്കാൻ ശ്രമിച്ചുകൊണ്ടവൾ പറയുമ്പോൾ സാവിത്രിയമ്മയുടെ കണ്ണുകൾ എന്തുകൊണ്ടോ അവളിൽ തന്നെ തറഞ്ഞു നിന്നു. കുട്ടി പോയി ചായ എടുക്ക. ശരി മുത്തശ്ശി. സാവിത്രിയമ്മയുടെ ആജ്ഞ എത്തുമ്പോൾ ശിവ മെല്ലെ അകത്തേക്ക് കയറി. ആ നേരം തന്നെയാണ് ത്രിലോകും പവിയും ഒന്നിച്ച് താഴേക്ക് ഇറങ്ങി വന്നത്. ശിവ വേഗം അവരെ നോക്കാതെ അകത്തേക്ക് കയറിപ്പോയി. ഞാൻ എല്ലാവരോടും ഒന്ന് ചോദിക്കട്ടെ? ഒറ്റയ്ക്കൊരു അഭിപ്രായം പറയാൻ പറ്റുന്ന കാര്യമല്ലല്ലോ ഇത്. കുട്ടിയുടെ മുത്തശ്ശൻ കൂടെ വരട്ടെ. പിന്നെ ഞങ്ങളുടെ കുട്ടിയെ ധ്രുവൻമോന് തരുന്നതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. സാവിത്രിയമ്മയുടെ ഈ മറുപടിയും കേട്ടുകൊണ്ടാണ് ത്രിലോകും പവിയും പുറത്തേക്ക് വന്നത്. ആ സുഹാസിനി അമ്മായി ഇതെപ്പോ വന്നു? സുഹാസിനിയെ കണ്ടതും പവി വലിയ കാര്യത്തോടെ അവർക്കരികിലേക്ക് വന്നുകൊണ്ട് ചോദിക്കുമ്പോൾ അവരിൽ തീർത്തും ഞെട്ടലായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, അറിവ് വെച്ചതിൽ പിന്നെ ഈ നിമിഷം വരെ അഹങ്കാരത്തോടല്ലാതെ തന്നോട് ഒരു വാക്കുപോലും സംസാരിച്ചിട്ടില്ല. ഞാൻ ഇത്തിരി നേരമായി. അവർ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. മുത്തശ്ശി, ഞങ്ങളൊന്ന് പുറത്തു പോയിട്ട് വരാം, ഇത്തിരി കാര്യമുണ്ടായിരുന്നു. പവി സാവിത്രിയമ്മയോടായി പറയുമ്പോൾ അവർ ഒന്ന് മുളുക മാത്രം ചെയ്തു. പോകാം ത്രിലോക്, ഞാനിപ്പോൾ വരാം, താൻ പോയി കാറിലിരിക്ക്. പവി തലയാട്ടിക്കൊണ്ട് കാറിന്റെ അടുത്തേക്ക് പോകുമ്പോൾ ത്രിലോക് അവളെ ഒന്ന് നോക്കിക്കൊണ്ട് സുഹാസിനിയുടെ അടുത്തേക്ക് വന്നു. വീട്ടിൽ വരുന്നവരോട് അപമര്യാദയോടെ ഇവിടെ ആരും പെരുമാറില്ല. ബട്ട് ഐ ഡോണ്ട് കെയർ. എനിക്ക് പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കി ഞാൻ പറയും. നിങ്ങളുടെ മകന് തരാൻ ഈ തറവാട്ടിൽ പെണ്ണില്ല. ശിവയെ മനസ്സിൽ കണ്ട് അവനോട് കഴിയണ്ട എന്ന് പറഞ്ഞേക്ക്. ഞാൻ ജീവനോടുള്ളപ്പോൾ അതുമാത്രം നടക്കില്ല. സുഹാസിനിയെ മാത്രം നോക്കി അത്രയും പറഞ്ഞുകൊണ്ടവർ തിരിഞ്ഞതും കണ്ടത് വാതിൽപ്പടിയിൽ കണ്ണു നിറച്ചു നിൽക്കുന്നവളെയാണ്. അത് കണ്ട് അവനിൽ ദേഷ്യം ഒരു അഗ്നിയായി ആളിക്കത്തുമ്പോൾ പല്ലുകൾ കടിച്ചു പിടിച്ചുകൊണ്ട് പുറത്തേക്ക് പാഞ്ഞു.